ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ വിഷയം ബിഗ് ബോസും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആണ്. അതായത് ബിഗ് ബോസ് സീസൺ 5 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഗസ്റ്റായിട്ട് പോയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹം പറഞ്ഞു, ഈ ഷോ ഒരു ഉടായിപ്പ് ഷോയാണ്, അവിടെ എല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത് എഡിറ്റിംഗ് ചെയ്തതാണ് കാണിക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന അനീതികൾ, അവിടെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് എന്നാണ്. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ, ഈ മാധ്യമങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ എന്ത് വികൃതമാക്കിയെന്ന് അറിയാൻ കഴിയില്ല. കാരണം ട്രോളുകളും ഒരുപാട് അദ്ദേഹം അനുഭവിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ വിന്നർ, അതായത് അഖിൽ മാരാർ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അവിടെ നടക്കുന്ന അനീതികൾ ഇങ്ങനെയാണ്. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് അതേപടി പറയുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റ് ആണെന്ന്. അതായത് ആ കമ്പനിയല്ല തീരുമാനിക്കുന്നത്, ഏഷ്യാനെറ്റിലെ കുറെ ഉന്നതരായ തലപ്പത്തിരിക്കുന്ന കുറെ ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. ഇന്ന ആളാണ് വിജയിക്കാനുള്ളത്, ഇന്ന ആളിനാണ് കപ്പ് കൊടുക്കാനുള്ളത് എന്ന്. കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടോ, ജനങ്ങളുടെ ഇതുകൊണ്ടോ ആണ് എനിക്ക് കപ്പ് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. എന്നാൽ അവസാന സമയം വരെയും ആ രീതിയിൽ തന്നെ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം, അതായത് അഖിൽ മാരാർ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതിന്റെ ഉള്ളിൽ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയും അതൊന്നും പുറത്ത് ഇതുവരെ ഈ സെക്കൻഡ് വരെ വരാതിരിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് അതൊന്നും സംപ്രേഷണം ചെയ്തില്ല? അദ്ദേഹം നെഗറ്റീവ് പറയുന്നത് മാത്രം പുറത്തുവിട്ട്, അദ്ദേഹത്തിന്റെ നെഗറ്റീവ് എങ്ങനെ വരും അത് മാത്രം ഏഷ്യാനെറ്റ് പുറത്തുവിടുകയും, പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അത് പുറത്ത് അവര് വിടാതെ അവര് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അത് ഒരു എഡിറ്റിംഗ്. അദ്ദേഹത്തോട് ബിഗ് ബോസ് പറയുന്നത് മാത്രമാണ് നമ്മൾ കേട്ടത്. ഇന്നും ആ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ്? അന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സ്നേഹിച്ച ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന 2-3 യൂട്യൂബേഴ്സുകാർ അപ്പോൾ തന്നെ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് പ്രയാസമായി പോയി, സങ്കടമായി പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായി. പക്ഷെ അന്നും ഇന്നും അദ്ദേഹത്തെ സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് കഴിയുന്ന ഒരുപാട് അമ്മമാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നും അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന്. ഇന്നിപ്പോ അദ്ദേഹം, ഈ അഖിൽ മാരാർ ഒരുപാട് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതായത് ഒരുപാട് ഏഷ്യാനെറ്റിനെ ഒരുപാട് വിമർശിച്ചുകൊണ്ടാണ്. എല്ലാ തെളിവുകളും ഞാൻ തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന അനീതി നമ്മളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ, ശരിക്കും പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തെ എന്തിനാണ് പുറത്താക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എന്തിനാ പുറത്താക്കിയത്? ചെറുതായിട്ടൊന്ന് തള്ളിയതല്ലേ ഉള്ളൂ. അതിനേക്കാളും എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ജാസ്മിൻ, അതായത് ജിൻഡോയെ അടിക്കുകയാണ്, നല്ല രീതിയിൽ അടിക്കുക, കൈപ്പൊഴുത്തൽ അടിക്കുക, ചവിട്ടുക, അതെല്ലാം ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ അവിടെ നടക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. എന്നിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് നിസ്സാരം നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒന്ന് തള്ളിയതേ ഉള്ളൂ. അത് അദ്ദേഹം കാരണം ഒരു റൂമിന്റെ ഉള്ളിൽ, ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത്
സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങി വരുമ്പോൾ ഒന്ന് വന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന കാരണം പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പിടിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് കുതറി, കൈയെടുത്തങ്ങ് മാറ്റി, കൈയെടുത്തൊന്ന് തള്ളി, അത്രേ ചെയ്തുള്ളൂ. അത് ഫിസിക്കൽ അസോൾട്ടായി അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് ചെയ്തത്. അതും 5-6 ദിവസം ഒരു ഇരുണ്ട റൂമിൽ. ആ വീഡിയോകൾ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കരമായ ഒരു വിഷമം ഉള്ളിൽ ഇന്നും എല്ലാവരുടെ ഉള്ളിലും തറയ്ക്കുന്നുണ്ട്. കാരണം അതിനുശേഷം പലരെയും ഇതേപോലെ ആക്കിയിട്ടില്ല. അദ്ദേഹത്തെ ഒരുപാട് പേർ ചേർന്ന് ആ ഏഷ്യാനെറ്റ് ഇത്രയും ക്രൂരത കാണിച്ച ശരിക്കും പറഞ്ഞ കമ്പനി അല്ല എന്നാണ് പറയുന്നത്. ഏഷ്യാനെറ്റാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ഇരയാണ് ഇപ്പോൾ സിബിനും ഇന്നലെ പറഞ്ഞുകൊണ്ടോ, ഇത് ഞാൻ 4-5 വർഷം ചോറുണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് അവരുടെ ചോറ് ഉണ്ടതുകൊണ്ട് 2-3 വർഷം ഞാൻ അവരുടെ ചോറുണ്ടതുകൊണ്ട് ഞാനൊന്നും അവരെ കുറിച്ചൊന്നും പറയണില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഞാൻ പറയും എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് അവര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന ആളിനെ വിന്നറാക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നതും ജിൻഡോയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് 100% ഒന്നും ഉറപ്പില്ല. കാരണം ഏത് സമയവും അദ്ദേഹത്തെ അടിച്ചു പുറത്ത് തള്ളാം. ഫിസിക്കൽ അസോൾട്ട് എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ വോട്ടൊക്കെ തീരുമാനം, നമ്മൾ ഇടുന്ന വോട്ടുകൾ വെറുതെ വോട്ടിടുന്നതാണ്. ഈ വോട്ടിലെല്ലാം അവിടെ തീരുമാനിക്കുന്നതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാർ അവിടുത്തെ വിന്നറാണ്, അവിടെ നിന്നിട്ടുള്ള വ്യക്തിയാണ്, കഴിഞ്ഞ വർഷത്തെ വിന്നറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നാൾ പറയാൻ പറ്റിയില്ല. കാരണം ഇവരുടെയൊക്കെ കരാറുകൾ കാണുമല്ലോ, 1 വർഷം ആണ്ടൗണ്ട് ഇവരുടെ കരാറുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് വേണോ വിടാമെന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പോൾ നമ്മളെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ ക്രൂശിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തെ ഇത്രയും ക്രൂശിച്ച ഒരു ഏഷ്യാനെറ്റിനെ എന്താ നമ്മൾ പറയുക? എന്റെ കണക്കുകൂട്ടൽ ഏഷ്യാനെറ്റിൽ ഈ ചാനൽ ഈ പരിപാടി പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പല ഇതിലും നടക്കുന്നുണ്ട്. നമ്മളെ ഈ തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ കമലഹാസൻ അദ്ദേഹമാണ് അത് അവതരിപ്പിക്കുന്നത്. എന്ത് നല്ല ഇതായിട്ട്. അവിടെ ഇതൊന്നും കാണാനില്ല. കാരണം ഇത് ചാനലാണ് തീരുമാനിക്കണേന്ന്. ഒരു ആരെ വിന്നറാക്കണമെന്ന് ചാനലാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മതി. ഫസ്റ്റ് സീസണിലെ പേളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട്. പക്ഷെ ജയിച്ചതാരാ? കപ്പ് കിട്ടിയതാർക്കാ? അതാണ്. അവിടെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. അവര് നേരത്തെ തീരുമാനിക്കും, ഇന്ന ആളിന് കപ്പ് കൊടുക്കണം, ഇന്ന ആളിനാണത് എന്ന് തീരുമാനിച്ചു വെക്കുന്നുണ്ടെന്നാണ്. ഇതിപ്പോ ഒരു ഗുരുതര ആരോപണമാണ് നമ്മുടെ ഈ അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ചിന്തിക്കുക. നമ്മൾ ആരും വോട്ടിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ഏതൊരു വാല്യൂം കാണുന്നില്ല എന്ന് തന്നെ പറയാം. ചിന്തിക്കുക. ഇപ്പോൾ എനിക്കിത് കണ്ടപ്പോഴും അഖിൽ മാരാർ പറയുന്ന ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ 100% ശരിയാണ്. അദ്ദേഹം അന്ന് വിന്നറാവാൻ വിന്നർ ആക്കാൻ പറ്റൂല, റിയാസിനെ ആക്കണമെന്ന് വിചാരിച്ചിരുന്നു. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതായിരുന്നു. അല്ലെങ്കിൽ അവിടെ വന്ന് ഇത്രയും പ്രശ്നം നടന്നപ്പോൾ അവർക്ക് വിലക്കമായിരുന്നു. അല്ലെങ്കിൽ ജാസ്മിനെ ജയിപ്പിക്കണമായിരുന്നു. ജാസ്മിൻ പോയപ്പോൾ റിയാസിനെ ആക്കണമെന്നുണ്ട്. അവസാനം എന്തു പറ്റി? വോട്ടുകൾ ജനങ്ങളെല്ലാം കൂടി ഇളവി നിന്നപ്പോഴാണ് ദിൽഷ ജയിച്ചത്. അല്ലെങ്കിൽ ദിൽഷയും ജയിക്കത്തില്ല. അവിടെയാണ് വരുന്നത്. ഇവിടെ ഈ വരുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ 100% ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് എല്ലാവരും കൂടി. പിന്നെ വേറൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഒരു സാറുണ്ടല്ലോ, പേര് പോലും എനിക്കറിയത്തില്ല.
അദ്ദേഹത്തിനെ പുറത്താക്കിയില്ലേ, അദ്ദേഹത്തിന്റെ പേര് പോലും എനിക്ക് അറിയില്ല, അത് മറന്നുപോകും. കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ എന്തെല്ലാം പറഞ്ഞു, കിട്ടുന്നിടത്തൊക്കെ ഇട്ട് താങ്ങിക്കല്ലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഏഷ്യാനെറ്റിനെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനിട്ട് വേല വെച്ച ഏഷ്യാനെറ്റിനാണ് ഇപ്പോൾ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ കാര്യമായിരിക്കും. പക്ഷേ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ 100% ശരിയാണ് എന്ന് വീണ്ടും വീണ്ടും ഓരോ കാലങ്ങൾ തെളിയിക്കുകയാണ്. അന്ന് ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ കുറ്റം പറഞ്ഞ സിബിന്റെ വീഡിയോകളുണ്ട്. ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ ഒരു വീഡിയോ അതെന്റെ കയ്യിലിരിപ്പുണ്ട്. ഈ സിബിൻ പറഞ്ഞ കുറ്റം. ഇപ്പൊ എന്തുകൊണ്ട് സിബിനിപ്പൊ മനസ്സിലായല്ലോ. ഇതാണ് നമ്മളെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇതാണ് പൂജയ്ക്ക് ഇപ്പം മനസ്സിലായോ? പൂജയ്ക്ക് എന്താ മനസ്സിലാകാത്തത്? പൂജയും ഇപ്പൊ പോയിട്ട് വെളിയിൽ ചാടിയല്ലോ, സുഖമില്ല എന്ന് പറഞ്ഞു ചാടിയതാ. എന്നിരുന്നാലും സുഖമില്ലെങ്കിലും തിരിച്ചൊക്കെ കയറ്റിയിട്ടല്ലോ. എന്തുകൊണ്ട്? അതാണ് പൂജയും ഇതുപോലെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ കുറ്റം പറഞ്ഞു. ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ ആര് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ എല്ലാവർക്കും 8ന്റെ പണി മടക്കി കൈ കിട്ടുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ കിട്ടി. അദ്ദേഹം ഒരു ശുദ്ധ മനസ്സ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും നമ്മൾ സ്നേഹം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അല്ല. അദ്ദേഹം എല്ലാവരെയും, ഈ മനുഷ്യരെ എല്ലാവരെയും, ജാതിയോ മതമോ പ്രായമോ പരിധിയോ ഒന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അതാണ് ഞങ്ങൾ എല്ലാവരും കണ്ടതും. അതിൽ നിന്ന് ഞങ്ങൾ ഈ 70 ദിവസം കൊണ്ട്, അവിടെ നിന്ന് 70 ദിവസം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം കാട്ടിത്തരികയായിരുന്നു. അന്ന് കണ്ട് അദ്ദേഹം ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ, ഒരിക്കലും മറയാതെ അങ്ങനെ തന്നെ നിൽക്കും. ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ, താങ്കൾ 100% ശരിയാണ്. ശരിയായ ദിശയിലേക്ക് ഇന്നും ഇതുപോലെ സഞ്ചരിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.